ഈ ആട് നിറ തെന്നി തെറിച്ച് കിടക്കുക കേട്ടോ. കാരണം ചക്രം കിടന്ന് കറങ്ങുക. Good morning guys. Welcome back to another exciting episode of Highway Vlogs. കുറേ പാഴ്സിൻ്റെ സ്റ്റിക്കർ വല്ലതൊക്കെ ഉണ്ടോയെന്ന് നോക്കിയാലേ, എല്ലാം നമുക്ക് നമ്മുടെ വണ്ടിയിൽ നിന്ന് എടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയതിൻ്റെ അത് ഇല്ലായിരുന്നു. പാഴ്സിൻ്റെ സ്റ്റിക്കർ, സീല്. രാവിലെ തന്നെ ഞാനും ദേവസ്യാച്ചനും കൂടെ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് സാന്റിയാഗോയ്ക്ക് പോകാനുള്ള പുറപ്പാടില്ല. ഇന്നിപ്പോൾ ഒരു മെച്ചപ്പെട്ട ടെമ്പറേച്ചറാണ് കേട്ടോ. -1 -2 ഒക്കെ ഉള്ളൂ. കാരണം വലിയ കുഴപ്പമില്ല. പക്ഷെ നിലം അതുകൊണ്ട് തന്നെ നന്നായിട്ട് തെന്നുന്നുണ്ട്. ഇപ്രാവശ്യം നമ്മൾ നമ്മുടെ വണ്ടി അല്ല കൊണ്ടുപോകുന്നത്. ST90 എന്ന് പറയുന്ന ഒരു പീറ്റർബിൽറ്റാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ വണ്ടി ഇപ്പോഴും മെയിൻ്റനൻസിലാണ്. അതിൻ്റെ ആ കോൾഡ് ലീക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും സമയം ഇപ്പോൾ 11:30 ആയി കേട്ടോ. നമ്മൾ ബോർഡറെല്ലാം കടന്ന് മിഷീനിക്കാടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നേരം വേണ്ട നമ്മുടെ ദേവസ്യാച്ചൻ കുറച്ച് നാട്ടിലെ ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എരിവുള്ള ബിസ്ക്കറ്റ്. അപ്പം നമ്മുടെ നൊസ്റ്റാൾജിയൊക്കെ ഉണർത്തിക്കൊണ്ട് നല്ല ഇളം മഴയത്ത് കാനഡയിലൊക്കെ എന്തായാലും ഫ്രീസിങ് ട്രെയിൻ ആയിരുന്നു കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ US കയറിയതോടുകൂടി ഫ്രീസിങ് ട്രെയിനിൻ്റെ പേടിയില്ല. നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ അത് പയ്യെ ഈ മഴ പയ്യെ നല്ല സ്നോ ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് നല്ല ടെമ്പറേച്ചർ ആയതുകൊണ്ട് നല്ല ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ സാന്റിയാഗോയിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രഷറുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സാന്റിയാഗോ വിശേഷങ്ങൾ? സാന്റിയാഗോയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെറിയ എന്താ പറയുക, അവരുടെ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പോലെയല്ലേ. പണ്ട് ഞാനവിടെ പോയപ്പോൾ എനിക്ക് മീശയൊക്കെ ഉണ്ടായിരുന്നു. അവർ മെക്സിക്കനാണെന്നാണ്. പണ്ട് മീശ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് എനിക്കൊന്ന് ഇവിടെ വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പഞ്ചാബികളോട് കയറിയപ്പോൾ ഞാൻ മീശയൊക്കെ പഠിച്ചു. പിന്നെ നമ്മളിത് മീശയൊക്കെ പോയത് അവിടെ ലോഡ് എടുക്കാൻ പോകുമ്പോൾ യുമായിലൊക്കെ പോകില്ലേ. അന്നേരം അവര് പറയുന്നത് മെക്സിക്കൻസ് ആണെന്നുകൊണ്ട് അവര് വന്ന് സ്പാനിഷൊക്കെ പറഞ്ഞോണ്ട് ഏകദേശം നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരുടെ ഒരു കാര്യങ്ങളല്ലേ. നമ്മുടെ അറിയാൻ പാടില്ലാത്ത പ്രേക്ഷകർക്ക് ഈ സാന്റിയാഗോയാണ് മെക്സിക്കൻ ബോർഡറിലുള്ള നമ്മുടെ അമേരിക്കൻ സിറ്റി കേട്ടോ. 2-3 സ്ഥലത്ത് ക്രോസിങ്ങുകളുണ്ട്. അരിസോണയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല സ്റ്റേറ്റുകളിൽ. പക്ഷെ സാന്റിയാഗോ ഒരു മേജർ ക്രോസിംഗാണ്. സാന്റിയാഗോയിൽ നമ്മൾ പോകുന്ന സാന്റിയാഗോയുടെ അപ്പുറമുള്ള മെക്സിക്കൻ സിറ്റി ടിഹുവാന എന്ന് പറയുന്ന സിറ്റിയാണ്. കാരണം നല്ല രസമാണ്. ഇന്നാള് ഞങ്ങൾ മറ്റേ നമ്മൾ ചില ഇതിന്റെ വെയർഹൗസിന്റെ പുറകിലായിരിക്കുമല്ലോ ഈ ഒരു വേലി പോകുന്ന പോലെ മറ്റേ ഇവരുടെ ബോർഡർ പോകുന്നത്. അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയല്ല. നമ്മളാ ചിലത് നമ്മൾ ആ കറക്റ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ബോർഡറിലേക്കാ പോകുന്നത്. ഒരു വളവ് തെറ്റിപ്പോയാൽ നമ്മൾ നേരെ ബോർഡറിലേക്കാ പോകും. നമുക്ക് കാണാം അത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഫോൺ ചാർജ് നേരത്തെ ഫോൺ കമ്പനിക്ക് US ആൻഡ് കാനഡ പ്ലാനേ ഉള്ളൂ. അപ്പോ അത് നമുക്കറിയില്ല. നമ്മൾ പക്ഷെ US സൈഡിലാണ് നിൽക്കുന്നത്. പിറ്റേ പ്രാവശ്യം ബില്ലടയ്ക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ റോമിംഗ് എല്ലാം ഒരു $1,200. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം മെസ്സേജ് വരുന്നതും ഇൻകമിങ് വന്നതും ഔട്ട് ഗോയിങ് പോകുന്നതും അതെല്ലാം മെക്സിക്കോയിൽ നിന്ന് ചെയ്യുന്ന പോലെ അവര് ലൊക്കേഷൻ ഡിറ്റക്ട് ചെയ്തപ്പോ നമ്മൾ ഈ ബോർഡറിൽ നിൽക്കുന്നതുകൊണ്ട് അവര് വിചാരിച്ചു മെക്സിക്കോയിലാണ്.
അതായത് നമ്മള് ഇങ്ങനെ ഒരു വേലി മാത്രമേ ഉള്ളൂ. നമ്മളാദ്യം ഓർത്തത് ഇതാന്നില്ല. അപ്പൊ രണ്ടും മുള്ളു കമ്പി ഓർത്ത് ഇങ്ങനെ വലിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് അമേരിക്ക, അപ്പുറത്തത് ഇത്. അന്നേരം എന്നാ ഇത് ഫോൺ കമ്പനി അവരെ വിളിച്ചു പറഞ്ഞോ? വിളിച്ചു പറഞ്ഞപ്പോ അവര് പറഞ്ഞു അവർക്കൊന്നും ചെയ്യാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞേ, എന്തൊക്കെയോ കുറെ ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ചു. പിന്നെ അത് പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പോ ഇപ്പൊ പിന്നെ ഉള്ളത് നമുക്ക് 3 കൂടെ കൂടിയ പ്ലാനാണ്, മെക്സിക്കോ അങ്ങനെ ഇതായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. അന്ന് മറക്കാൻ പറ്റില്ലാത്തെന്ന് പറഞ്ഞാൽ അത്രയും അടി പെട്ടെന്ന് കയ്യിൽ നിന്ന് പൈസ പോയതാ ആദ്യം ഓർമ്മ തന്നെ. അന്ന് നമ്മൾ മറ്റേ വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ അവര് ബോർഡർ ക്രോസ് ചെയ്ത് US ജോലി എടുക്കുന്നത് കണ്ടിട്ടില്ല? അവിടെ തിരക്ക് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇങ്ങനെ ട്രാഫിക്കിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കുത്തി കയറ്റി. മറ്റേ നമ്മുടെ നാട്ടിലെ പോലെ ഈ 150 cc ചെറിയ മോട്ടോർ സൈക്കിളിലൊക്കെ ഇങ്ങനെ ആൾക്കാരെ പറക്കണ അവരാ മറ്റേ ഇന്റർസെക്ഷനിലൊക്കെ ക്ലിയർ ചെയ്യണമല്ലേ, അവിടെ എല്ലാം നിറഞ്ഞു ഇങ്ങനെ നിൽക്കും. അതിനാന്ന് വെച്ചാൽ മെക്സിക്കോയിലുള്ള ആൾക്കാർ ഇതുപോലത്തെ വെയർ ഹൗസുകളിലും മറ്റിടത്തൊക്കെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡർ ക്രോസ് ചെയ്ത് ഇപ്പുറം വന്ന് അമേരിക്ക ജോലി ചെയ്തിട്ട് അവർ തിരിച്ചു പോകുന്ന കുറെ ആൾക്കാരുണ്ട്. ആ പോകുന്നവർ നമ്മുടെ നാട്ടിൽ ട്രാവൽ ചെയ്യുന്ന പോലെ ഈ ചെറിയ സ്കൂട്ടറിലൊക്കെ വന്നിട്ട് ഇത് കഴിയുമ്പോൾ പെട്ടെന്ന് ബോർഡറിലേക്ക് തിരക്ക് പിടിക്കുന്നതിന് മുമ്പ് ബോർഡർ ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടി പോകുന്ന പോലെ. അതുപോലെ എനിക്കൊന്ന് ചില അമേരിക്കൻസിന് ഈ മെക്സിക്കോയുടെ ഒരു പ്രാവശ്യം ഞങ്ങളൊരു 2-3 ഡ്രൈവർമാരെ ഇങ്ങനെ പരിചയപ്പെട്ടപ്പോൾ അവര് ശരിക്കും അമേരിക്കൻസാ. പക്ഷെ അവര് ആ ബോർഡർ ജസ്റ്റ് ക്രോസ് ചെയ്തിട്ടാണ് അവര് വീട് വാങ്ങിച്ചേക്കുന്നത്. അതായത് വീടിന് ഒരുപാട് ഇത് കൊണ്ട് വ്യത്യാസം ഉണ്ടെന്നാണ്, വിലയിൽ വ്യത്യാസം. അപ്പൊ അവര് ജസ്റ്റ് ബോർഡർ ക്രോസ് ചെയ്യുന്ന ഇതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവര് അവിടെയാണ് ബോർഡർ ഇത് വീട് വാങ്ങിച്ചേക്കുന്നത്. അപ്പം ജോലി ഇപ്പുറത്ത് തന്നെ, അമേരിക്ക തന്നെ. അവര് വെള്ളക്കാരായിരുന്നു അതോ മെക്സിക്കൻസ് ആയിരുന്നോ? വെള്ള മെക്സിക്കോടെ മുമ്പ് രണ്ടുകൂടെ കൂടി. കാരണം എനിക്ക് തോന്നുന്നു സംഭവം ഇതൊക്കെ ആണെങ്കിലും ഈ ടിഹുവാന പോലത്തെ ബോർഡർ സിറ്റീസ് ക്രൈം റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇത് പുള്ളി പറയുന്ന വെച്ചാല് ആ സിറ്റിയുടെ ബോർഡറിലൂടെ അല്ല വരുന്നത്. അതായത് ഇച്ചിരി വേറെ ഇടയ്ക്കുള്ള ചെറിയ ബോർഡറുകളുണ്ട്. അപ്പൊ അവിടെ ഇത് ഈ സെയിം പുള്ളിക്ക് കിട്ടുന്ന US മണിയും US ബാങ്കിലൊക്കെയാ പുള്ളിയുടെ ഡീലിംഗ്. പക്ഷെ ജസ്റ്റ് വീടും ഇതും ഇതേ രീതിയിൽ തന്നെയുള്ള വീടാണ് അവിടെ. ജസ്റ്റ് ബോർഡർ ക്രോസ് ചെയ്ത് ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ്. അപ്പൊ പുള്ളി പറഞ്ഞു വെച്ചാൽ പകുതി എങ്ങാണ്ടേ ഉള്ളൂ റേറ്റ്. പിന്നെ അവിടെ ജനിച്ചു വളർന്ന ആൾക്കാരായോണ്ട് അവർക്ക് അറിയാൻ പെട്ടെന്ന് ഇങ്ങനെ. അതെ, അത് അവിടുത്തുകാരായിരിക്കും ചിലപ്പം. സ്പാനിഷ് ആൾക്കാര് കാലിഫോർണിയ എന്ന് പറയുന്നതും ഈ പഴയ ഇതല്ലേ, US പിടിച്ചെടുത്ത സ്ഥലമാണ്. അതെ. പറഞ്ഞു കൂടത്തേ പറയട്ടെ, കാലിഫോർണിയ കംപ്ലീറ്റ്ലി നേരത്തെ മെക്സിക്കോയുടെ ഭാഗമായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നീട് എന്തോ ഒരു ട്രേഡിന്റെ ഭാഗമായിട്ട് ഇവർ എഴുതി മേടിച്ചാണ് കാലിഫോർണിയ ഞങ്ങൾക്ക് ഇന്ന് തന്നേരെന്നും പറഞ്ഞോണ്ട്, ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞോണ്ട് പൊന്നു പോലെ. ഇപ്പൊ അതേ സാധനം ഇപ്പൊ നമ്മുടെ ഡിട്രോയിറ്റില് ഗോഡിഹോ ഇന്റർനാഷണൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡിട്രോയിറ്റിന്റെ ഡിട്രോയിറ്റിലെ അംബാസഡർ ബ്രിഡ്ജ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ അംബാസഡർ ബ്രിഡ്ജ് അല്ലേ ക്രോസ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഒടുക്കത്തെ ടോള് കാരണമാണ് ഇപ്പൊ നമ്മുടെ വണ്ടികളെല്ലാം തന്നെ ഇപ്പൊ ഇപ്പുറത്തെ സാർണിയ ക്രോസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊരു ഈ ഡിട്രോയിറ്റിലെ പാലം പ്രൈവറ്റ് ഓൺഡാ. ആലോചിച്ച് നോക്കിയേ, ഒരു പ്രൈവറ്റ് കുടുംബത്തിന്റെ ഓണർഷിപ്പിലുള്ള അവര് തീരുമാനിക്കുന്ന രീതിയിലാണ് ഈ 2 രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന അംബാസഡർ ബ്രിഡ്ജ്. അമേരിക്കയും കാനഡയും തമ്മിലുള്ള ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ഡീലിങ്സ് നടക്കുന്നത് ഈ പാലത്തിൽ കൂടെയാണ്. അപ്പം അങ്ങനെ കുറച്ച് നാൾ മുമ്പ് അമേരിക്കയും കാനഡയും തമ്മിൽ ഒരു ധാരണ എത്തി ഒരു പുതിയ പാലം ഈ അംബാസഡർ ബ്രിഡ്ജിന് പാരലായിട്ട് പണിയാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞപ്പം പണി മുഴുവൻ കാനഡയുടെ ഓണർഷിപ്പിൽ ഏതാണ്ട് ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ ചെലവില് ഗോഡിഹോ ഇന്റർനാഷണൽ ബ്രിഡ്ജ് എന്നുള്ള രീതിയിൽ പണി തുടങ്ങി. ഇപ്പൊ കുറച്ച് 3-4 വർഷമായി പണി തുടങ്ങിയിട്ടല്ലേ. അങ്ങനെ ഇപ്പം പണിയെല്ലാം നടന്ന് നല്ല അടിപൊളി ഒരു 2 രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അതും പ്രബലമായ 2 രാജ്യങ്ങൾ ബന്ധിപ്പിക്കുന്ന വലിയ സൂപ്പർ എലഗന്റ് ഒരു പാലമൊക്കെ പണി കഴിഞ്ഞപ്പോൾ തുറക്കാറായപ്പോഴത്തേക്കും ഇപ്പം ഈയിടെ ട്രംപ് പറഞ്ഞു, തുറക്കാൻ വരട്ടെ, നിങ്ങളതിനെ നല്ല രീതിയിലൊന്നും അല്ല ഞങ്ങളോട് പെരുമാറണം. അപ്പൊ അതുകൊണ്ട് അതിന്റെ പകുതി ഓണർഷിപ്പ് ഞങ്ങൾക്ക് ഇങ്ങനെ തന്നേരെ, അങ്ങനെയാണ് തുറക്കാനല്ലേ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുറക്കാണ്ട് നിൽക്കുക. കാലിഫോർണിയ അമേരിക്ക എഴുതി മേടിച്ചെന്ന് പറഞ്ഞപ്പോ ഇനിയിപ്പോ അടുത്ത എഴുതി മേടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സാധനത്തെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഗോഡിഹോവും കൂടെ തുറന്നായിരുന്നെങ്കിൽ നമ്മളെല്ലാം മിക്കവാറും ആ റൂട്ടിലായിരിക്കും പോകുന്നത്. കാരണം ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണല്ലോ അവർ പ്ലാൻ ചെയ്യുന്നത്. അടിപൊളി ഒരു പാലായിരുന്നു, പക്ഷെ തുറന്നിട്ടില്ല ഇതുവരെ. അമേരിക്ക പറഞ്ഞ ഞങ്ങൾക്ക് ഇങ്ങനെ അന്നേരം ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞേ. ഇത് പൈസ എടുത്തത് മുഴുവൻ കാനഡയാണ്, ഒരു തൂണിരിക്കുന്നത് അമേരിക്കയിലും. അതെ. അപ്പൊ ഇന്നാളെ പണ്ട് ഓർക്കുന്നില്ലേ, ആ ടെക്സാസും ഉണ്ട്, ടെക്സാസിന്റെ ഒരു ഭാഗമുണ്ട്. ഇത് മറ്റേ ഈ ട്രക്കിലും മറ്റേ ഇതിലും എല്ലാം ഇന്ത്യ എന്നൊക്കെ ഉള്ളവര് അങ്ങോട്ട് ടൂറിസ്റ്റ് വിസയിലൊക്കെ മെക്സിക്കോയ്ക്ക് പോയിട്ട് അവിടുന്ന്
ഇങ്ങനെ ഇല്ലീഗലായിട്ട് കയറി കൊടുക്കും. അതെ അതെ അതെ. അത് ഇന്നാളെ എനിക്ക് ഒഫീഷ്യലായിട്ട് അറിയത്തില്ല, പക്ഷെ അവിടെ ഡ്രൈവർമാർ ഇവിടെ വേറെ അവിടെ ഉള്ളവർ പറഞ്ഞതാണ്, ഈ നമ്മളിപ്പം $50 കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഇതില്ലേ പോലും വേറെ ചെറിയ വഴി കൂടെ മെക്സിക്കോയിൽ കൂടെ നമ്മുടെ CIA സിനിമ ഉണ്ടല്ലോ ദുൽഖറിന്റെ, അതിൻ്റെ അകത്ത് കാണിക്കുന്നത് കറക്റ്റ് കാര്യം. ഏതെങ്കിലും വിധാന മെക്സിക്കോയിൽ എത്തിപ്പെടാൻ പറ്റിയ അവിടുന്ന് പിന്നെ ഇപ്പുറത്തേക്ക് ബോർഡർ കടത്തി വിടുന്ന ഏജന്റുമാരുണ്ട്. അങ്ങനെയുള്ള ഏജന്റുമാർ ഇപ്പൊ പഞ്ചാബി ഏജന്റുമാരും ഉണ്ട്. കാണുമായിരിക്കും. പിന്നെ രസം എന്താന്ന് വെച്ചാൽ ഈ നേരത്തെ ഇത് ഇല്ലീഗലാണ് പരിപാടി എന്നുള്ള രീതി, ഇതൊക്കെ അണ്ടർഗ്രൗണ്ട് പരിപാടികളായിരുന്നേ. ചെയ്യണമെന്ന് ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ പാടായിരുന്നു. ഇപ്പൊ ഇത് ഈസിയാ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പഞ്ചാബികളൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇവരിഷ്ടംപോലെ വരുന്നുണ്ടല്ലോ പഞ്ചാബികളെ. ഇത് അട്രാക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇതിന്റെ ഏജൻസികളുടെ പരസ്യം എന്നുള്ള രീതിയിൽ ഇവര് ബോർഡർ കടത്തണൊക്കെ റീൽസ് ഒക്കെ ഇട്ടിട്ട് ഇൻസ്റ്റഗ്രാമില് ഇടും. അതിപ്പം അവര് പറയുന്നത് ഇതൊരു ലീഗൽ പ്രൊസീജിയർ എന്നുള്ള രീതിയിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിപ്പം നമ്മുടെ വീഡിയോയിൽ പോലും നമ്മൾ ഇല്ലീഗൽ ഇമിഗ്രേഷനെ കുറിച്ച് പറയുമ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പോകണ്ടേ, നിങ്ങൾക്ക് മാത്രം പോയാൽ മതിയോ എന്ന് പറയുന്ന ആ ഇതുണ്ട്. അല്ല, അതുകൊണ്ട് നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും പലരും ഇങ്ങനെ കാനഡയ്ക്ക് ഇങ്ങനെ വരുന്ന പറയുമ്പോൾ നമ്മൾ പറയുന്നത്, നമ്മൾ അതിന്റെ ശരിയായിട്ടുള്ള ഇത് പറയുമ്പോൾ അവർക്കത് അവർ പറയുമ്പോൾ ഇത് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, പിന്നെ അപ്പൊ അവര് ചിന്തിക്കുന്നത് നമ്മൾ ഇവിടെ എത്തി, ബാക്കിയുള്ളവർ വരണ്ടെന്നുള്ള രീതിയാ. കറക്റ്റ് ആയിട്ട് ലീഗലായിട്ടുള്ള ഇത് പറയുമ്പോ അമ്മമാര് പറയും, പിന്നെ ഇത് ഇത്രയും ബുദ്ധിമുട്ടെടുത്ത് പോകണോ, വേറെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതെ അതിന്റെ കോണ്ടാക്ട് ഉണ്ടോ എന്നൊക്കെയുള്ള. അത് പണ്ട് ഞാനിങ്ങനെ മറ്റേ ഈ പല രീതിയിലുണ്ട് മലയാളികൾ അതിനകത്ത് വർക്ക്, ഈ തിരുവനന്തപുരത്ത് ഇങ്ങനെ കൊച്ചിയൊക്കെ കേന്ദ്രീകൃതമായിട്ടുള്ള ചില ഇതുണ്ട്. അതായത് അവർ റെഫ്യൂജി സ്റ്റാറ്റസിലാക്കും. അതായത് ഈ ശ്രീലങ്കൻസിന്റെ കേസ്, അതായത് അതിനകത്ത് ഒരുപാട് എന്നാ പറയാ ഇവിടുത്തെ നിയമത്തിലുള്ള ചില ലൂപ്പ് ഹോളുകൾ ഉപയോഗിച്ച് നാട്ടിൽ ഇരുന്ന് ചെയ്യും. അതായത് ഇപ്പം എന്താ പറയാ, ഇപ്പം മിശ്രവിവാഹം ഒക്കെ ആണെന്ന് കൂട്ടിക്കും. അപ്പൊ നാട്ടിൽ ഭയങ്കര റിലീജിയസ് ഇഷ്യൂ ആണ്, അവരിങ്ങനെ ലൈഫ് ത്രെറ്റനിങ് സംഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ആപ്ലിക്കേഷൻ ഒക്കെ കൊടുക്കാൻ ആൾക്കാരുണ്ട്, അതിന്റെ വേറെ എഴുതിയൊക്കെ പിടിപ്പിച്ചു. എന്നിട്ട് ഇത് ഇവിടെ റെഫ്യൂജി സ്റ്റാറ്റസിലോട്ട് ഇങ്ങോട്ട് കയറി വരും. എന്നിട്ട് ഇവിടെ അതിന് വേറെ ലോയർമാരുണ്ട്. അങ്ങനെ വന്ന മലയാളീസ് ഉണ്ട്. പക്ഷെ അവരാരും ഇങ്ങനെ നേരെ പണ്ട് ഒരു പുള്ളിയെ ഇങ്ങനെ പരിചയപ്പെട്ടപ്പം പുള്ളി ഇങ്ങനെ ഞാൻ ചോദിച്ചു ഏതാ ജോലി എങ്ങനെയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം പുള്ളി ഇങ്ങനെ പറഞ്ഞു റെഫ്യൂജി സ്റ്റാറ്റസിലാണ്, അതുകൊണ്ട് എനിക്കിപ്പോൾ വേറെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നീട് അവര് അതാ തിരുവനന്തപുരത്തെങ്ങാണ്ടുള്ള ഒരു ഇതാ 10-20 ലക്ഷം രൂപ അന്ന് കൊടുക്കും. ഇത് ഇങ്ങനെയുള്ള കേസുകൾ പല ആൾക്കാരും അറിയും, പക്ഷെ അത് നാട്ടിൽ അത് ഇല്ലീഗൽ ആണെന്നുള്ള സംഭവം അറിയില്ല. അവരോർക്കുന്നത് ഇങ്ങനെ നമുക്ക് പോകാന്നാ വിചാരിക്കുന്നത്. അത് ശരിക്കും ഈ പറഞ്ഞ പുള്ളി പറഞ്ഞ പോലെ പുള്ളി കാശ് പോയാൽ പോട്ടെ എന്നുള്ള രീതിയിലാണ്. നമുക്ക് അതിനകത്ത് ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം അറിയത്തില്ല ഇത് ഏതൊക്കെ ആൾക്കാരെ എങ്ങനെയൊക്കെയാണെന്ന്. അങ്ങനെ പുള്ളി അന്ന് എനിക്കൊന്നൊരു 10-12 വർഷം മുമ്പ് പുള്ളി 15 ലക്ഷം രൂപ മുടക്കിയതാ തിരുവനന്തപുരത്ത്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വരുന്ന വക്കീലിനും കൊടുക്കണം. ഇവിടുത്തെ വക്കീലെങ്ങാണ്ടാണ് പിന്നെ വാദിച്ച് റെഫ്യൂജി ഇതിലേക്കൊക്കെ ആക്കുന്നത്. എനിക്കതിന്റെ ഫുൾ ഇത് അറിയത്തില്ല. പശുവിന്റെ അടുത്ത് നിന്ന് പാല് കറക്കണ പോലെ നമ്മളെ ഇവര് പറയുമ്പോ എങ്ങനെ വന്നെന്ന് പറയുമ്പോ ഇങ്ങനെ അറ്റവും മൂലമായിട്ട് പറയും. പക്ഷെ അവർക്കത് മുഴുവൻ പറയാനും പറ്റത്തില്ല, കാരണം അവർക്കും അറിയത്തില്ല പകുതി. അപ്പൊ അതിന്റെ കുഴപ്പം ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് നാട്ടുകാരിങ്ങനെ അറിഞ്ഞറിഞ്ഞ് പലതും വരുമ്പം അങ്ങനെയൊക്കെ പോകാലോ ഇങ്ങനെയൊക്കെ പോകാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം നമ്മള് പണ്ട് ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്തവർ പോയിട്ടുണ്ടല്ലോ. ഇപ്പം പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വരുന്നതിന് മുമ്പ് നാട്ടിൽ നിന്നുണ്ടായിരുന്നു ഇവിടെ കാനഡയ്ക്ക് ആപ്പിൾ പറിക്കാൻ. ആപ്പിള് ഫാമിൽ 6 മാസത്തേക്ക്. പക്ഷെ അന്ന് അങ്ങനെ കൊണ്ടുപോകുന്ന ഏജൻസികളുണ്ടായിരുന്നു. അന്ന് ഈരാറ്റുപേട്ടയിലുള്ള 2-3 ആൾ പിള്ളേരെ സെറ്റ് ആയിട്ടുള്ളവർ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അമ്മമാര് വഴി ഇങ്ങനെ പറഞ്ഞപ്പം അമ്മമാര് പറഞ്ഞു ചേട്ടൻ വരുന്നതെങ്കിൽ അങ്ങനെ നമുക്ക് അടുത്ത വർഷം ഇങ്ങനെ നോക്കാം. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ അവര് വിളിക്കും. അപ്പം ഈ കുറെ മടിയന്മാരും ഉണ്ടല്ലോ ഇതിനകത്ത്. അപ്പൊ അവര് ഈ നല്ല ആൾക്കാരെ പിന്നെ രണ്ടാമത്തെ ട്രിപ്പില് ആ ആൾക്കാരെ മതിയെന്ന് ഈ ഏജൻസിയോട് പറയും. മനസ്സിലായോ? ഏതോ ഇവിടുത്തെ അത് ഫാമാ. അപ്പൊ അവര് ആ ഫാമിൽ ആപ്പിള് വിളവെടുക്കുന്ന സമയത്ത് ആളെ ആവശ്യമുണ്ട്. അപ്പൊ അവരുടെ ഫാമിൽ താമസിച്ച് ഇവിടുത്തെ ആ രീതിയിലുള്ള, അതായത് $22,500 കിട്ടും. പിന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം ഉണ്ട്. ഉള്ളതായിരുന്നു ഇത്. ഉള്ളതാ. പക്ഷെ അത് ചെയ്യുന്ന ഏജൻസികൾ എന്ന് പറയുന്ന 1-2 ഏജൻസികളേ ഉള്ളൂ. ബാക്കിയൊക്കെ തട്ടിപ്പാ. അങ്ങനെ കാശും മേടിച്ചിട്ട് അതെ സീസൺ കഴിഞ്ഞു അവിടെ ആപ്പിൾ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു. അങ്ങനെ അതായത് കാശ് കുറെ മേടിക്കും, മനസ്സിലായി, ഏറ്റുപിടിത്തില്ല, അതിനുള്ള ഇതില്ല. അപ്പൊ ഞാനിങ്ങനെ ആപ്പിള് പറിക്കാൻ വിസാന്നൊക്കെ ആൾക്കാർ പറയുമ്പോ ഞാനോർത്ത് ഇത് കളിയാക്കി വിടണതാണ്. അല്ല, അത് പണ്ടുണ്ടായിരുന്നു. അല്ല, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, കാരണം ഇപ്പൊ ഇവിടെ തന്നെ ആൾക്കാരുണ്ടല്ലോ. ഏതാ ഏത് തോട്ടത്തിൽ അതുപോലെ ആളായില്ലോ. ഇപ്പൊ ആവശ്യത്തിന് ആൾക്കാരെ. പണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് കാനഡയ്ക്ക് ഇമിഗ്രേഷനോ അങ്ങനെയൊക്കെ ഇമിഗ്രേഷൻ ഉണ്ട്, മാസ് ഇമിഗ്രേഷൻ ഇല്ലാതെ സമയത്ത്. അപ്പൊ അതിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ
ഒത്താലൊത്തു, ഒത്തില്ലെങ്കിൽ പോയി. അപ്പൊ അങ്ങനെ രണ്ടും കൽപ്പിച്ചുള്ള അങ്ങനെ രണ്ടൂന്ന് കുറെ മലയാളികളെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവരിങ്ങനെ ഒത്താലൊത്തു ഇല്ലെങ്കിൽ പോയി. അപ്പൊ 15 ലക്ഷം രൂപ അന്നത്തെ കാലത്ത് പോയാ പോട്ടെന്ന് വെക്കുന്നവനും അപ്പൊ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിരിക്കണം. അങ്ങനെ 15 ലക്ഷം രൂപ പോയാ പോട്ടെന്ന് വെക്കണ ആളെ എന്തിനാ അമേരിക്കയിലേക്ക് അല്ലേ? പക്ഷെ അപ്പൊ പുള്ളി പറഞ്ഞ ആ ഒരൊറ്റ ഇതിലാണ് നമ്മൾ കയറി വന്നത്. പക്ഷെ അതുകൊണ്ട് പുള്ളിക്ക് വേറൊരാളോട് പറയാനോ പുള്ളിയുടെ അതേ വഴി വേറൊരുത്തരെ കൊണ്ടുവരാനോ പുള്ളി ശ്രമിക്കത്തുമില്ലെന്നോ, പുള്ളി അത് സജസ്റ്റ് ചെയ്യത്തുമില്ല. അപ്പൊ എന്നിട്ട് പിന്നെ റെഫ്യൂജി സ്റ്റാറ്റസ് വന്നിട്ട് പിന്നെ അത് സ്റ്റാറ്റസ് മാറ്റിയെടുക്കും, കുറച്ച് നാൾ കഴിഞ്ഞാൽ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു സമയങ്ങളിൽ ഇച്ചിരി സ്ട്രഗ്ലിംഗ് ഒക്കെ ഉണ്ട്. ഈ റെഫ്യൂജി ആയിട്ടിരിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ കൊടുക്കുന്ന സംഭവങ്ങള് ആ പേപ്പർ എല്ലാം അതുപോലെ ആയിരിക്കണം. അത് പിന്നീട് ചിലപ്പോൾ വേണേൽ കുത്തിപ്പൊക്കാം. അതെ അതെ അതെ. അത് ഈ ഒരു പരിധി വരെ ശ്രീലങ്കക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരെന്നാന്ന് വെച്ചാൽ അവരുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കാനഡയിലേക്കോ അമേരിക്കയിലേക്കോ കയറുന്നതിന് മുമ്പ് ഇവരുടെ പാസ്പോർട്ടും ഇവരുടെ ബാക്കി കാര്യങ്ങളും എല്ലാം ഇവര് നശിപ്പിക്കും. അതായത് അവരെ തിരിച്ചു വിടാൻ വേറെ മാർഗമില്ലാണ്ടായി മാറും. ഈ പറഞ്ഞ സംഭവം നേരെ പണ്ടൊരു നോർത്ത് ഇന്ത്യ എന്നുള്ളൊരു പുള്ളി എൻ്റെ കൂടെ ഡ്രൈവ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞതാ, പുള്ളിയും പുള്ളിയുടെ ചേട്ടനും പെങ്ങും. അപ്പം പുള്ളിക്ക് പഞ്ചാബ് മാത്രമേ അറിയത്തുള്ളൂ, ഹിന്ദി അങ്ങനെയുള്ളത്. അപ്പം പുള്ളി ചോദിക്കും പറയാം എൻ്റെ പെങ്ങള് സ്പെയിനില്ല, അനിയൻ പോളണ്ടില്ല. അങ്ങനെ അപ്പൊ നമ്മളൊക്കെ വിചാരിക്കും നമ്മളൊക്കെ ചത്ത് കിടന്ന് പഠിച്ചാൽ പോലെ പണ്ട് അമേരിക്കയിലൊക്കെ നമ്മളങ്ങനെയല്ല വിചാരിക്കും, പഠിച്ച് എങ്ങനെയൊക്കെ ആയാലേ അമേരിക്ക വരും. അപ്പോ ഈ പുള്ളി പറഞ്ഞു വെച്ചാൽ ഇതുപോലെ തന്നെ നാട്ടിൽ നിന്നുള്ളൊരു വിമാനം കയറി ഫസ്റ്റ് പോകുന്നത് UK-ലോട്ടെങ്ങാണ്ടാ പോകുന്നത്. അപ്പൊ അവിടെ ഇതിന്റെ ആൾക്കാരുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്ന് കയറുമ്പോൾ ഇവർക്ക് പാസ്പോർട്ട് ഉണ്ട്, UK-ൽ ഇറങ്ങുമ്പോൾ പാസ്പോർട്ട് ഈ പറഞ്ഞ പോലെ കീറിയിട്ട് ഇവര് മറ്റേ വിമാനത്തിന്റെ ഇതില് ഫ്ലഷ് അടിച്ചിട്ട് അതിന്റെ ഇടയിൽ കൂടെ വിടും, സ്റ്റക്കാക്കോ പിടിക്കുകയൊക്കെ ചെയ്യും, അതിലേ വിടും. അത് എന്നിട്ട് അവിടെ വന്നിട്ട് ഇവരുടെ ലാംഗ്വേജ് മാത്രമേ പറയുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ അവിടുത്തെ ആൾക്കാർ വന്നിട്ട് പിന്നെ അന്ന് ഇങ്ങനെ ഇതുപോലെ ഇതില്ലല്ലോ. അപ്പൊ ഇവരുടെ ആൾക്കാർ ആരെങ്കിലും ഒരു ഫൈനൽ ഒരാൾ കാണും, പുള്ളി വെയിറ്റ് ചെയ്യും. ഇവരുടെ ഓഫീസർ ഇങ്ങനെ വന്നിട്ട് ഇത് ഏതാ സ്റ്റാറ്റസ്, ഇത് എങ്ങനെയാ, ഇതൊന്നും അറിയത്തില്ല, ഒന്നുമില്ല ഇവരുടെ കയ്യിൽ, ഒന്നുമില്ല, ഒരു പേപ്പറും ഇല്ല. അപ്പം വേറെ ഓക്കെ ഞാൻ ഇത് കൈകാര്യം ചെയ്തോളാം, ഓക്കെ നമ്മുടെ ഇത് കമ്മ്യൂണിറ്റി ആണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ഇത് നടത്തി അവരെ ഈ പുള്ളി കെയർ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തിട്ട് ഇതൊക്കെ പ്ലാൻഡാ. അതിങ്ങനെ ഇത്ര ഗ്രൂപ്പ് വരും എന്നൊക്കെ ഇവർക്കറിയാം. അപ്പൊ അവരുടെ നേരത്തെ ഇന്ത്യയിൽ നിന്ന് പൈസയും മേടിച്ചിട്ട് വേണം. എന്നിട്ട് ഇവര് കൊണ്ടുപോയിട്ട് കുറച്ച് പേരെ UK നിർത്തും, കുറച്ച് പേരെ അതിലെ യൂറോപ്പിന്റെ പല സ്ഥലത്തോട്ട് കാറ് മാർഗവും പുഴ കടന്നും കായൽ കടന്നൊക്കെ പോവാം. അങ്ങനെ പലയിടത്തോട്ട് ഇവർക്ക് ഓപ്ഷൻ കൊടുക്കും, വള്ളത്തിലൊക്കെ കയറ്റി വിടും, അങ്ങനെയൊക്കെ കയറ്റും. അപ്പൊ ചിലടത്ത് ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ ബോർഡർക്കാർ പിടിച്ചു കഴിയുമ്പോൾ അവരുടെ അവിടെ നോക്കുമ്പോൾ രേഖകളൊന്നുമില്ല. അപ്പുറത്തെ ബോർഡറിലോട്ട് വിടുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫ്രാൻസിന്റെ ബോർഡറിൽ നിന്നിട്ട് ഇപ്പുറത്തോട്ട് വിട്ടു കഴിഞ്ഞാൽ അടുത്ത രാജ്യമാണ്, അവർ അക്സെപ്റ്റ് ചെയ്യല. ഓക്കെ, ഇത് നിങ്ങളുടെ കൈകാര്യം ചെയ്ത ആളാ. അപ്പൊ നിലവിൽ അവരെ ഫ്രാൻസിന്റെ അതിനകത്ത് നിർത്തും, എന്തേലും ഇതിനകത്ത് നിർത്തും. അപ്പൊ അവിടെ ഉണ്ട് ഇവന്മാരുടെ ആൾക്കാർ, അവര് വന്നിട്ട് ഇവർക്ക് വേണ്ടി വാദിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ വന്ന് അവരെ റെഫ്യൂജി സ്റ്റാറ്റസ് ആക്കും. മനസ്സിലായോ? അങ്ങനെയാണ് ഈ പറഞ്ഞ പെങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ വണ്ടി ട്രക്ക് ഓടിക്കുന്നു, കാർ ഓടിക്കുന്നു, ടാക്സി ഓടിക്കുന്നു. അങ്ങനെ ഇറ്റലി, ഫ്രാൻസ്, അങ്ങനെയാണ് ഇവർ വരുന്നത്. പിന്നെ അവിടുന്ന് കയറി വന്നാണ് ഈ പുള്ളി ഇങ്ങോട്ട്. അത് ആദ്യം വന്നത് അവിടെ കണ്ട വാൻകൂവർ സൈഡിലോട്ടാ. അവിടെ മറ്റേ ഇത് കൂട്ട് മരം വെട്ടുന്നതിന്റെ എന്തൊരു ഇതുമായിട്ടാ വന്നത്. അതായത് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ മരം വലിച്ചോണ്ട് പോവോ അങ്ങനെ എന്തോ സംഭവമൊക്കെ ചെയ്യും. അപ്പൊ അത് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരുവിധം ആൾക്കാർ ചെക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് വെള്ളം ഇങ്ങനെ വെള്ളക്കെട്ടം കണ്ട. അപ്പൊ തടി ഇങ്ങനെ വെട്ടി മലയെന്നങ്ങാണ്ട് ഇട്ടിട്ട് നമ്മുടെ നാട്ടിൽ വെള്ളത്തിൽ കൂടെ ചങ്ങാടം ഉണ്ടാക്കി. ചങ്ങാടം അല്ല, അതിങ്ങനെ വലിച്ച് അങ്ങനെ കണ്ട കൊണ്ടുവരത്തുള്ളൂ അവിടെ. അതിന് ഇവരെ ഉപയോഗിക്കും. അപ്പൊ അങ്ങനെയാണ് പുള്ളി ആദ്യം വന്നത്. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി ഇച്ചിരി മെച്ചപ്പെട്ട ഇങ്ങനെ ആയിട്ട് വന്ന് പിന്നെ സ്റ്റാറ്റസ് മാറി. അതാ പുള്ളിയുടെ പാസ്പോർട്ടിൽ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഈ ബർത്ത് ഓഫ് പ്ലേസ് എന്നുള്ളത് കിടക്കുന്നത് വില്ലേജ് ഇന്ത്യ എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പഞ്ചാബി കനേഡിയൻ പാസ്പോർട്ട്, പ്ലേസ് ഓഫ് ബർത്ത് വില്ലേജ്. അത് ചിലപ്പം ഗാവെന്നൊക്കെ ആയിരിക്കും പറഞ്ഞേക്കുന്നത്. അപ്പൊ ഗാവെന്ന് നോക്കിയപ്പം മറ്റേ ഇംഗ്ലീഷ് വില്ലേജ് എന്നൊക്കെ ആയിരിക്കും, അറിയില്ല ഇവര് അങ്ങനെ. ഈ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ ദേവസ്യാച്ചൻ പണ്ട് ഓടിച്ചോണ്ടിരുന്ന ഒരു പഞ്ചാബി ഗാർണർ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിയുടെ പാസ്പോർട്ട് നമ്മള് ബോർഡറിൽ കൊടുക്കാൻ നേരത്തെ നമ്മളിങ്ങനെ നോക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പുള്ളി ഓൾറെഡി കനേഡിയൻ സിറ്റിസൺ ആയി. അപ്പൊ പയ്യെ പാസ്പോർട്ട് തുറന്ന് നോക്കിയപ്പോ പ്ലേസ് ഓഫ് ബർത്ത് വില്ലേജ് ഇന്ത്യ, കൺട്രി ഇന്ത്യ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അത്ഭുതം തോന്നിയപ്പോഴാണ് ദേവസ്യാച്ചൻ ചോദിച്ചത് ഇതന്നെ ഇങ്ങനെ
അന്നേരം പുള്ളി ഈ പറഞ്ഞ കഥകളൊക്കെ പറഞ്ഞ, അപ്പൊ ആ കഥകളും കൂടെ ഇതിന്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതെ. അപ്പം ഈ പറഞ്ഞ പോലെ എവിടെയാ ജനിച്ചതെന്ന് ചോദിച്ചപ്പോ പുള്ളി ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലല്ലോ, അപ്പൊ പുള്ളി ഗാവിലാണ് എന്ന് പറഞ്ഞു കാണും, അല്ല വയറ്റാട്ടിയൊക്കെ. അങ്ങനെയാണ് അത്. അങ്ങനെ ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ചിലത് ഇല്ലീഗലാന്ന് തോന്നിയാല. ചില കേസുകളിൽ ഇപ്പം നാട്ടിലൊക്കെ പണ്ട് കുറെ ഏജൻസികളുണ്ടല്ലോ ഇങ്ങനെ. നമുക്ക് എനിക്ക് തോന്നുന്നത് പണ്ട് ഈ നേഴ്സുമാരൊരു സംഭവം ഉണ്ട്, ഡെൻമാർക്കിലോട്ടെങ്ങാണ്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അവരുടെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മളിപ്പം ഇങ്ങനെ 5000 രൂപ രജിസ്ട്രേഷനും പിന്നെ എന്താ ഫോമിന്റെ കുറച്ച് പൈസയും അവരത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആൾക്കാരെല്ലാം അങ്ങ് ഇടിച്ച് ചെന്നില്ലേ, പോയാ പോട്ടെ എന്നുള്ള രീതി. അപ്പൊ 5000 പോയെന്ന് പറഞ്ഞാൽ നമ്മൾ 5000 പറയണക്കില്ല. അങ്ങനെ ഒരു 10, 200, 500, 600 ആളുടെ 5000 വെച്ച് മേടിച്ചുമ്പോ എത്രയായി അവർക്ക്? അവരതുകൊണ്ട് പോയി ഒരാഴ്ച കഴിഞ്ഞ്. പിന്നെ കുറെ പേര് ഒരു പിന്നെ ഡെൻമാർക്കിലെ ഭാഷ ഉണ്ടല്ലോ വേറെ ഇതല്ലേ, അത് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേർക്ക് ഏതോ ഒരു ഇത് കൂടി പഠിപ്പിക്കുന്ന ഒരു അഡ്രസ് കൂടെ കൊടുത്തു, നിങ്ങൾ അവിടെ പോയി അത് പ്രാക്ടീസ് ചെയ്യണം. അവർക്കും കുറച്ച് പൈസ കിട്ടി, അവർക്കും കിട്ടിക്കണം. ആൾക്കാരോട് ഡാനിഷ് മേടിക്കാൻ വേണ്ടി. അതെ അതെ അതെ, അങ്ങനെയൊക്കെ പല ഇതുണ്ട്. പിന്നെ ചിലര് പറയും ഇത് പല രീതിയിലാ. പണ്ട് എന്റെ ഒക്കെ അടുത്ത് വന്നിട്ടുണ്ട്, നമുക്ക് റഷ്യക്ക് പോകാം, 6 ലക്ഷം രൂപ മുടക്കാം, 6 പേർക്കേ പോകാൻ പറ്റുള്ളൂ. ഞാൻ പണ്ട് പീരിമേട് വർക്ക് ചെയ്തോണ്ടിരുന്നപ്പം ഇങ്ങനെ വന്നാ റഷ്യക്ക് പോവാ. അപ്പൊ റഷ്യയിലെ എന്നാ വർക്ക് എന്നുള്ളത് പറയുന്നില്ല. അപ്പം നമുക്ക് പോവാം, 6 ലക്ഷം രൂപ മുടക്കണം. മുടക്കി കഴിഞ്ഞാൽ റഷ്യയിൽ എന്നാ ഇത് കുറച്ച് ആൾക്കാർക്കേ പോകാൻ പറ്റുള്ളൂ. ഭയങ്കര സുവർണ അവസരമാണ് അത്. നമ്മൾ വേറെ ആരോടും പറയരുത്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു 2 പേരെ 3 പേർക്ക് നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ തരാം. അതായത് എനിക്കിപ്പം നിങ്ങൾ കൂട്ടുകാർ കൂടി പോകണമെന്നുണ്ടോ അങ്ങനെ പിന്നെ വേറൊരു പുള്ളി വഴിയാ വന്നത്. അപ്പം പറഞ്ഞ എനിക്കറിയാവുന്ന 3 പേര്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന 3 പേര് 6 ലക്ഷം രൂപ വെച്ച് സംഭവം ഇങ്ങനെ. നമ്മൾ 6 ലക്ഷം എങ്ങനെയാണെന്ന് അറിയാലോ. അങ്ങനെ മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേന് ഈ സംഭവം വന്നു കഴിയുമ്പം എൻ്റെ കൂടെ ഉള്ള വേറൊരു പുള്ളി ഉണ്ടായി. പുള്ളി ലോയർ ആയിരുന്നേ. പുള്ളി ലോയർ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ പുള്ളിക്ക് ഇതുപോലെ വേറെ ഇൻഫർമേഷൻ കിട്ടി എവിടുന്നാണ്ടൊക്കെ ഈ സംഭവം ഉടായിപ്പാണ്. അപ്പം വേറൊരു പുള്ളി ഉണ്ട്, ഇത് പെട്ടെന്ന് ചെയ്യണം അല്ലെങ്കിൽ ഇത് പോവും. ഇവര് നിർബന്ധിക്കുക. അപ്പൊ ഏത് പ്രൊസീജറിനും അതിൻ്റെതായ ഒരു ഇതില്ലേ. അപ്പൊ നമുക്ക് ഈ വേളിയും പെട്ടെന്ന് വേണം. അപ്പൊ അങ്ങനെ എത്രയും പോകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ നമ്മുടെ 6 ലക്ഷം രൂപ അന്നേരം പെട്ടെന്ന് എടുക്കാൻ പറ്റും. സംഭവം തട്ടിപ്പായിരുന്നു. കാരണം ആ ഒരു സുഖിപ്പീര് മയം വരുന്നത് അത് വേറെയാ. അല്ല, ഈ റഷ്യൻ കേസിലെ തട്ടിപ്പ് ഈടെ ഇപ്പൊ കണ്ടല്ലേ, മറ്റേ വാർ നടക്കാൻ നേരത്തെ ഇവിടുന്ന് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് വർക്ക് പെർമിറ്റ് കൊണ്ടുപോയി നേരെ ടോക്കൺ കൊടുത്ത് വാർ സോണിലേക്ക് ആൾക്കാരുടെ കുറെ ഇപ്പൊ ഈടെ വന്നില്ല. അതെ അതെ, പണ്ട് ഒരിടയ്ക്ക് വന്നാ ശരിയാ, അവരെ വാറിന്റെ ഇതിലേക്ക് വന്നിട്ട് പിന്നെ തിരിച്ചു വരാൻ പോലും പറ്റില്ല. ഇവിടുന്ന് ചാടിക്കയറി നമ്മൾ എങ്ങനെയാലും പോയാൽ മതി എന്നുണ്ടെങ്കിൽ കയറ്റി വിടും. പക്ഷെ ചെന്ന് പെടുന്ന എവിടെയൊക്കെയാന്ന് നമുക്ക് നോക്കാൻ. പിന്നെ ഇല്ലീഗലായിട്ട് വന്നാലുള്ള ഒരു ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ ഒരിക്കലും സമാധാനം കാണിയല്ല. എവിടെയെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും ദൈവമേ നമ്മളെയൊക്കെ പൊക്കുവോ എന്നുള്ളൊരു സാധനം മനസ്സിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കും. അതിപ്പോ നമുക്ക് മറ്റേ നോർത്ത് ഇന്ത്യൻസിന്റെ കമ്മ്യൂണിറ്റി പോലെ നമുക്ക് അങ്ങനെ കമ്മ്യൂണിറ്റി ബേസിൽ കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ലല്ലോ, സപ്പോർട്ട് ഇല്ലല്ലോ. പക്ഷെ പഞ്ചാബികളെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം ഒരു കൂടുതലും ഇങ്ങനെ ആയതുകൊണ്ട് അവർക്ക് ഒരു വലിയ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ടും ഉണ്ട്. അവരത് പ്രൊട്ടക്ട് ചെയ്യുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ആൾക്കാരും അതിനകത്ത് തന്നെയാണ്. ആൾക്കാരും അതിൻ്റെ അകത്തുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങനെയുള്ളവരെ പിന്നെ കുറേയൊക്കെ അതിനകത്തും ചൂഷണമുണ്ട് കേട്ടോ. ഇവരുടെ തന്നെ വലിയ ഫാക്ടറികളിലൊക്കെ ഇവർക്ക് ചെറിയ പൈസക്ക്, അതായത് ഇപ്പൊ എന്റെ കൂടെ പണ്ട് വന്ന പുള്ളിയൊക്കെ പറയുന്നത് അവരൊക്കെ ഇവിടുത്തെ ഡോളറിന്റെ വിലയൊന്നും അവർ പഠിപ്പിക്കുകയില്ല. ആദ്യം വരുന്ന മരം വെട്ടുന്നൊക്കെ വെള്ളത്തിൽ കിടന്നതിനൊക്കെ $100 കൊടുത്തിട്ട് പറയും ഇന്ത്യയിൽ അവിടെ എത്രയാ ഇവന് 10 രൂപ കിട്ടുമ്പം ഇവിടെ 150 രൂപ കിട്ടുമെന്നാ പറയുന്നത്. അത് മതി. അപ്പൊ ഇവരുടെ കമ്മ്യൂണിറ്റി തന്നെ ചൂഷണമുണ്ട്. എന്നാ ഈ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ഫ്ലോറിഡയിലെ ആക്സിഡന്റ് ഉണ്ടാക്കിയ പയ്യനെ അവനെ രക്ഷിക്കാൻ വേണ്ടിട്ട് മാക്സിമം മറ്റേ ഇവരുടെ മറ്റേ വലിയ പന്നു എന്ന് പറയുന്ന നേതാവുണ്ടല്ലോ, അപ്പൊ പുള്ളിയൊക്കെ കാലിഫോർണിയയിൽ നിന്ന് ഇവര് ഫണ്ട് റൈസ് ചെയ്ത് മില്യൺസ് ഓഫർ ചെയ്ത ആ പയ്യനെ വെറുതെ വിടാൻ വേണ്ടിട്ട്. അല്ല അങ്ങനെ നിൽക്കുന്നോണ്ട് അവർക്ക് ഇത് എടുക്കാൻ വേണ്ടിയാ. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ കമ്മ്യൂണിറ്റിക്ക് ഒരു ചീത്തപ്പേരായി പോയല്ലോ. കമ്മ്യൂണിറ്റിക്കും അതെ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ സിംഗിൾ പോയപ്പോ വേണം ഇച്ചിരി കുക്കിംഗ് ഷോയും കൂടെ വെക്കായിരുന്നല്ലോ. എടുക്കുന്നതൊരു പ്ലാൻ ചെയ്തു, പക്ഷെ ഒന്നും നടത്തില്ല. ഇത് ചെയ്താൽ മതി, ഈ ദോശമാവ് ഇങ്ങനെ വെച്ചിട്ടേ. അതാകുമ്പോൾ നമുക്കൊരു തവയും കൊണ്ടുവന്ന് ഒരു ചെറിയ സ്റ്റവും മതി. എന്നിട്ട് ദോശമാവിന്റെ അകത്ത് വെറൈറ്റി മുട്ടയൊക്കെ പൊരിച്ചിട്ട് ഇത് ചുറ്റി കൂട്ടിക്കുന്നത്.
ബൈ.